ഇതുവരെ ഹദീസ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു ഏർപ്പാടല്ല മുഹദ്ദിസീകൾ അടുക്കൽ. നിരന്തരമായ പഠനങ്ങളും പ്രക്രിയകളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഒരു ഹദീസിനെ സംബന്ധിച്ച് ഓക്കെ സ്വഹീഹ് എന്നവർ പറയുന്നത്. ചില ആളുകളൊക്കെ ചില വിവരദോഷികൾ മനസ്സിലാക്കിയതുപോലെ ഇത് തിരക്കടില്ലല്ലോ, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസ്, ഇത് ഓക്കെയാണ്, ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് ബുദ്ധിക്കത്തിനാണ്, ഇത് പറ്റൂല എന്നൊരു രീതി മുഹദ്ദിസീകൾക്കില്ല. നമ്മൾ ഒന്നാമത്തെ നിബന്ധന ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിയുമായി കൊണ്ട് സമാഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ഈ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആദ്യം നോക്കുന്ന കിതാബ്, ഈ വിഷയത്തിൽ സമാഉണ്ടോ എന്നുള്ളത് നമ്മൾ എവിടെ നോക്കുക? തഹ്ദീബുൽ കമാൽ എന്ന് പറയുന്ന ഇമാം മിസ്സിയുടെ വളരെ പ്രസിദ്ധമായ കിതാബ് തഹ്ദീബുൽ കമാൽ. അപ്പൊ തഹ്ദീബുൽ കമാൽ എന്ന് പറയുന്ന ഒരുപാട് വാള്യങ്ങളുള്ള ഇമാം മിസ്സിയുടെ ഈ ഹദീസിന്റെ രംഗത്ത് വന്നിട്ടുള്ള അറിയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാ ആളുകളെ സംബന്ധിച്ചും അവർ ആരിൽ നിന്ന് ഉദ്ധരിച്ചു, ആരിൽ നിന്ന് ശ്രമിച്ചു, ആരൊക്കെ അവരിൽ നിന്ന് ഉദ്ധരിച്ചു, ഇതെല്ലാം വളരെ വ്യക്തമാണ്. അപ്പൊ നമ്മള് തഹ്ദീബുൽ കമാൽ എന്ന് പറയുന്ന ഗ്രന്ഥം എടുത്ത് പരിശോധിക്കുക. എന്നിട്ട് അതില് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെങ്കിൽ ഇമാം ഹുമൈദിയുടെ പേരെടുക്കുക, അബ്ദുല്ലാഹി ബിൻ സുബൈർ അൽ ഹുമൈദി. ഈ ഹുമൈദിയുടെ പേരെടുത്ത് അബ്ദുല്ലാഹി നമ്മൾ പരിശോധിക്കുക, അബ്ദുല്ലാ ബിൻ സുബൈർ അൽ ഹുമൈദി. അപ്പൊ അബ്ദുല്ലാഹി ബിൻ സുബൈർ അൽ ഹുമൈദി ആരിൽ നിന്നൊക്കെയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഹുമൈദിയുടെ ഉസ്താദുമാർ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായി കാണാം. ഇനി ഹുമൈദിയുടെ ശിഷ്യന്മാർ ആരൊക്കെയാണ് നമുക്ക് വ്യക്തമായി കാണാം. അപ്പൊ നമുക്ക് കാണാം ഹുമൈദിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ആര്? അബു അബ്ദില്ല ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹുമൈദി എന്ന് പറയുന്ന മക്കയിലെ ഇമാമിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സദസ്സിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടിട്ടുണ്ട്. ഈ ഒരു പ്രക്രിയ വളരെ കൃത്യമായി കൊണ്ട് നടക്കും. ഇനി ചിലപ്പോൾ ഈ തഹ്ദീബുൽ കമാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നില്ലെങ്കിൽ, ഹുമൈദി എന്ന് പറയുന്ന ആളെ പറ്റി കാണുന്നില്ലെങ്കിൽ ഒഴിവാക്കില്ല. മറാസീലുകൾ നോക്കും. മുർസലുകളായ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടില്ലെങ്കിൽ മറാസീലുകൾ നോക്കും. ആ മറാസീലുകളിൽ ഇബ്നു അബി ഹാത്തിമിന്റെ മുർസലുകൾ, മറാസീലുകൾ, അതുപോലെ തന്നെ ജാമിഉ തഹ്സീൽ ഫി അഹ്കാമിൽ മറാസിൽ എന്ന് പറഞ്ഞ ഇമാം അലായിയുടെ മറാസിലുകൾ നോക്കും. തുഹ്ഫത്ത് തഹ്സീൽ എന്ന് പറയുന്ന വലിയുദ്ദീൻ അൽ ഇറാഖിയുടെ കിതാബുകൾ നോക്കും. ഇതെല്ലാം നോക്കണം. ഇത് ഹദീസിന്റെ പരിശോധന ഒന്നാമത്തെ ഘട്ടമാണ്.